ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൈൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസൊന്നുമല്ല, മേക്കിംഗ് വീഡിയോസൊന്നുമല്ല. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്കായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പാക്കിംഗ് പിന്നെ എന്തൊക്കെയാണ് അയച്ചിട്ടുള്ളത് എന്നതും കൂടെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഷെയർ ചെയ്യാൻ മെയിൻ റീസൺ, നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ബോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ബോട്ടിൽ ഇത് ഡെക്കോപാഷ് ബോട്ടിൽ ആർട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മാജിക് കാർഡ് ചെയ്തിട്ടുണ്ട്. മാജിക് കാർഡിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കും. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനതൊരു എൻവലപ്പ് പേപ്പർ കൊണ്ട് തന്നെ ഒരു എൻവലപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചു. അതിൽ കുറേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കളർ പേപ്പേഴ്സൊക്കെ ആഡ് ചെയ്ത് കുറച്ചൊരു ഭംഗിയൊക്കെ വരുത്തിയിട്ടുണ്ട്. കുറച്ച് കോഡ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഇതിൻ്റെ കാർഡിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അപ്പോൾ അവളെനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ വരച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത് സിമ്പിളായിട്ടൊരു കാർഡാണ്. ഇനി അടുത്തത് എന്താ പറയുക, ഒരു ചെറിയൊരു ലെറ്ററാണ്. അതിങ്ങനെ ചുമ്മാ ഞങ്ങൾ ഇത്രയും ഡിസ്റ്റൻസിലായതുകൊണ്ട് ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ലെറ്ററുമാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇതൊക്കെ പാക്ക് ചെയ്താണ് അയക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇടാൻ മെയിൻ റീസണും കൂടി എന്താ വെച്ചാൽ, പാക്കിങ്. നമ്മളിപ്പോൾ ഗിഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. പ്രത്യേകിച്ച് ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവും, അത് സെയിൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പം അതെങ്ങനെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബോക്സ് ഉണ്ടാക്കാം കേട്ടോ, ഇതിന് വേണ്ടിയിട്ട് ഇത് പാക്ക് ചെയ്ത് അയക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാർഡ്ബോർഡ് പീസസ് ആണ്. പഴയ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സസിൽ നിന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ബോട്ടിലിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വേണം നിങ്ങൾക്ക് എടുക്കാം, അതായത് പക്കാ മെഷർമെൻറ്റ് എടുക്കാം. ഞാൻ പക്ഷേ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ ലെറ്ററും ഒക്കെ വയ്ക്കാനുള്ള കുറച്ചൊരു വലിയ ബോക്സായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മെഷർമെൻറ്റ്, ഞാൻ ഈ കാണിക്കുന്ന ആ ഒരു മെഷർമെൻറ്റിൽ ഈ കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ആ ബോട്ടിലിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് പക്കാ സൈസ് വേണമെങ്കിലും ഉണ്ടാക്കാം. അതാകുമ്പോൾ ഒരുപാട് നമ്മൾ സ്റ്റഫ് ചെയ്യാനുള്ള കുറേ പേപ്പേഴ്സ് വെക്കേണ്ട ആവശ്യവും വരില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബോക്സ് ആകുമ്പോൾ 4 സൈഡ് വേണമല്ലോ. അപ്പോൾ 4 സൈഡ്സിലും ഇതുപോലെ ഈക്വൽ ആയിട്ടുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ വരുന്ന 4 കാർഡ്ബോർഡ് പീസ് ഇതുപോലെ വെട്ടിയെടുക്കാം. ഇനി നമുക്കിതിനെ പരസ്പരം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്രൗൺ ടേപ്പാണ്. പാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബ്രൗൺ ടേപ്പ് തന്നെയാണ്. അതിൽ നിന്നും നന്നായിട്ട് ഒട്ടുന്ന ടേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബ്രൗൺ ടേപ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് പരസ്പരം ഈ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സാധനം, അതായത് നമ്മുടെ സ്കെയിലോ അല്ലാന്നുണ്ടെങ്കിൽ സിസറിൻ്റെ ബാക്ക് സൈഡോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഈ പശ ഒട്ടണം. സോ നന്നായിട്ട് അതിനെ മേലിൽ കൂടെ ഇങ്ങനെ നമ്മൾ റബ്ബ് ചെയ്യണം. അപ്പം നന്നായിട്ട് ആ പശ ആ കാർഡ്ബോർഡിലേക്ക് ഒട്ടും. പിന്നെ ഞാനിതിൽ ഇതിൽ എല്ലാ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഒന്നും കൂടി, അതായത് 2 പ്രാവശ്യം ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കുറച്ച് ടേപ്പിൻ്റെ പശ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഒരെണ്ണം തന്നെ ഒട്ടിക്കുക. അത് നന്നായിട്ട് പക്ഷെ ഒട്ടണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നമുക്ക് ഈ 4 ഒറ്റ ഇതിൽ ഈ സെയിം രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ 4 കാർഡ്ബോർഡും നന്നായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മടക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സ്കോർ ചെയ്ത് വിടുക. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇതിനെ നമുക്കൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബോക്സ് ആക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കാർഡ്ബോർഡും ഫസ്റ്റ് കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡും കൂടെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റും. ജസ്റ്റ് ഇതിനെ ഒന്ന് തരതിരിച്ച് താഴെ വെച്ചതിന് ശേഷം
ടേപ്പ് നന്നായിട്ട് ഒട്ടിക്കുക. നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം കൈ കൊണ്ടും നമുക്ക് പറ്റുന്ന രീതിക്കൊക്കെ നന്നായിട്ട് ഇതിനെ മേലിലൂടി അതിനൊന്ന് റബ്ബ് ചെയ്ത് വിടുക. എന്നാലേ ആ ഒരു ടേപ്പിൻ്റെ ആ ഒരു പശ അതിൽ നന്നായിട്ട് ഒട്ടുള്ളൂ. സോ നമ്മുടെ ബോക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പും ബോട്ടം പോർഷൻ വേണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന 2 5 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള കാർഡ്ബോർഡ് പീസസ് ആണ്. നിങ്ങളുടെ ബോട്ടിലിൻ്റെ സൈസ് അല്ലെങ്കിൽ ആ ബോക്സിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ ഒട്ടിക്കുന്നതും സെയിം ടേപ്പ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ആദ്യം 2 സൈഡിലും ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ആ ബോക്സിൻ്റെ ടോപ്പ് പോർഷനിലേക്കായിട്ട് ഒട്ടിക്കുകയാണ്. അതിന് ശേഷം മാത്രമാണ് ഞാൻ ബാക്കി 2 സൈഡിലും ടേപ്പ് ഒട്ടിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ആ കാർഡ്ബോർഡ് പീസ് മേളിൽ വെച്ചിട്ട് ടേപ്പ് ഒട്ടിച്ചൊട്ടിച്ച് വരാൻ കുറച്ച് പാടാണ്. സോ ആദ്യം തന്നെ അതിനൊന്ന് ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഫുള്ള് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ബോട്ടം പോർഷനായിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഇനി ഇതിനുള്ളിൽ നമ്മൾ ബോട്ടിലും അതുപോലെ തന്നെ എന്താ വെക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ വെച്ചതിന് ശേഷം ആണ് നമ്മൾ ടോപ്പ് പോർഷൻ കവർ ചെയ്യുക. അപ്പോൾ ബോട്ടിൽ നിങ്ങൾ വെക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുക. പഴയ ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് ബോട്ടത്തിൽ കുറച്ച് ഒരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഇതിനുള്ളിൽ നിൽക്കാൻ പറ്റുന്ന രീതിക്ക് ആ പേപ്പർ മടക്കിയിട്ട് അതിനുള്ളിലേക്ക് നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മേലിലാണ് ഇനി ബോട്ടിൽ വെക്കാൻ പോകുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് ബോട്ടിൽ വെക്കരുത്. ഡയറക്റ്റായിട്ട് ബോട്ടിൽ വെക്കുമ്പോൾ കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ തട്ടി എവിടെയെങ്കിലുമൊക്കെ തട്ടി അത് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇനി ബോട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ബോട്ടിൽ ഇതിനുള്ളിൽ വെക്കരുത്. എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഷർട്ടൊക്കെ മേടിക്കുമ്പം കിട്ടത്തില്ലേ, ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ നമുക്ക് പേപ്പർ ഷീറ്റ്. ആ പേപ്പർ ഷീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഈ ബോട്ടിൽ കവർ ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അതിൻ്റെ പ്രിൻസൊക്കെ ചിലപ്പോൾ വൈറ്റൊക്കെ ആണ് നിങ്ങളുടെ ബോട്ടിൽ വർക്കെങ്കിൽ അതിലൊക്കെ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. സോ വൈറ്റ് പേപ്പർ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് പേപ്പർ വെച്ചോ പ്ലാസ്റ്റിക് കവേഴ്സ് വെച്ചോ ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് 2 സെല്ലോ ടേപ്പ് അവിടെ ഒട്ടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചിട്ട് ഞാനിപ്പോൾ ആ ലെറ്ററും കാർഡും അതിനുള്ളിൽ വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അതത്രയും വെച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ന്യൂസ് പേപ്പേഴ്സ് കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് ഫുൾ സ്റ്റഫ് ചെയ്ത് വെക്കുക. അതായത് ഒരു ഗ്യാപ്പ് പോലും വരാണ്ട് ഫുൾ സ്റ്റഫ് ചെയ്ത് വെക്കുക. ആ ബോട്ടിലിന് അനങ്ങാൻ പറ്റരുത്. ആ രീതിക്ക് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എത്ര കുലുക്കിയാലും എത്ര എടുത്തെറിഞ്ഞാലും ഒരു പരിധി വരെ അത് പൊട്ടത്തില്ല. ഇനി നമ്മൾ അതിൻ്റെ മേളിലത്തെ ടോപ്പ് പോർഷനിലുള്ള ആ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ 4 സൈഡും ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ സെക്യൂർഡായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യവും കൂടി എല്ലാ ടേപ്പും ഒന്നും കൂടെ ചുറ്റിയെടുക്കാം. അപ്പം ഇത്രയാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. പാക്കിംഗ് ഭയങ്കര സിമ്പിളാണ്. ഇതിൽ മെയിനായിട്ട് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇത് ബോട്ടിലാണ് ഇതിനുള്ളിലുള്ളത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഇത് കൊണ്ടുപോകുന്ന ആൾക്കൊക്കെ കുറച്ചുകൂടെ ഒരു കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹാൻഡിൽ വിത്ത് കെയർ, ഗ്ലാസ് ഇൻസൈഡ് എന്നൊക്കെ എഴുതി ഒട്ടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ പെർമനൻറ്റ് മാർക്കർ വെച്ച് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിക്കാം. ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലിൽ കൂടിയിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. സെല്ലോ ടേപ്പ് എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. കുറച്ച് വലിയ സെല്ലോ ടേപ്പ്, വിട്ട് കൂടുതലുള്ള സെല്ലോ ടേപ്പ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഈ കുഞ്ഞ് സെല്ലോ ടേപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വേറൊരു ട്രാൻസ്പെറൻറ്റ് ടേപ്പാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഈ കുഞ്ഞു ടേപ്പിനെക്കാട്ടി കുറച്ചുകൂടി വിട്ടുള്ളത് കൊണ്ട് ഞാനത് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വലിയ സെല്ലോ ടേപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്.
അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് ആവും, പെട്ടെന്ന് ഈ റൈറ്റിങ്സ് ഒന്നും മാഞ്ഞു പോകത്തില്ല. അപ്പം ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ, അതായത് എത്താനുള്ള സ്ഥലം വരെ നല്ല രീതിയിൽ പോകുന്ന വിശ്വാസത്തോടെ നമുക്ക് അയക്കാൻ പറ്റും. സോ ഞാനത് ഫുള്ളായിട്ട് ഇതിനെ കവർ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 4 സൈഡും ഞാൻ ഹാൻഡിൽ വിത്ത് കെയർ ഗ്ലാസ് ഇൻസൈഡ് എന്ന് എഴുതുന്നുണ്ട്. കാരണം നമ്മൾ അത്രയും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അയക്കുമ്പോൾ അത് സേഫായിട്ട് എത്തണം എന്നുള്ളൊരിത് കാരണം മാക്സിമം നമുക്ക് പറ്റുന്ന രീതിക്ക് നമ്മൾ അതിനെ സെക്യൂർഡായിട്ട് തന്നെ അയക്കുക. അപ്പോൾ ഞാൻ ഈ 4 സൈഡും ഹാൻഡിൽ വിത്ത് കെയർ ഗ്ലാസ് ഇൻസൈഡ് എഴുതിയതിന് ശേഷം ഒരു സൈഡിൽ ജസ്റ്റ് ഓപ്പൺ, കാരണം അതാണ് ടോപ്പ് പോർഷൻ അറിയാൻ വേണ്ടിയിട്ട് ഓപ്പൺ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ മെയിനായിട്ട് അഡ്രസ്സ് എഴുതണം. ഫ്രമും ടൂവും, പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പിൻ നമ്പർ, അത് പിൻ കോഡ്, അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, ഇതൊക്കെ എഴുതി വേണം നമ്മൾ അയക്കാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും നിങ്ങളുടെ വർക്ക്സ് ഇതുപോലെ അയക്കാവുന്നതാണ്. സോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. അവളുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രുതി എന്നാണ് അവളുടെ പേര്. അപ്പോൾ എനിക്ക് അവൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇത് നിങ്ങൾക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ ഗിഫ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയത് മുതൽ അവൾക്ക് അവിടെ എത്തുന്നത് വരെ ഐ ഹാഡ് ദ സെയിം കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. ഒരേപോലെ ഞാൻ ഹാപ്പിയും എക്സൈറ്റഡും ആയിരുന്നു. ആൻഡ് അവർക്കത് സേഫായിട്ട് കിട്ടിയിട്ടോ. ഞാൻ ഒരാഴ്ച മുന്നേ അയച്ചിട്ടുണ്ടായിരുന്നു, കൊറോണ ഇഷ്യൂസ് കാരണം എപ്പോഴാണ് എത്താമെന്ന് അറിയില്ലല്ലോ. സോ ഒരാഴ്ച മുന്നേ അയച്ചിട്ടുണ്ടായിരുന്നു, സേഫായിട്ട് എത്തി. അവൾ ഭയങ്കര ഹാപ്പിയാണ്, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ ഗിഫ്റ്റ് അയയ്ക്കുക. ബി ഹാപ്പി.